next guest, we have Amrit Shankar. He is a sound designer and a location sound mixer. We'll get to know more about Amrit's style of working. Hi, Amrit. Welcome to Kappa Prime Time. Yeah, hi. Thank you for calling me in. We are also happy to have you on our show. Well, ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഗോസ് അറൌണ്ട് സൗണ്ട്. കാരണം സൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഫിലിമിൽ ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കുറച്ച് റീസെന്റ് ടൈംസിലായിരിക്കും. ബിഫോർ ദാറ്റ് എല്ലാവർക്കും സൗണ്ട് സിനിമയിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഇത്രത്തോളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇത്രത്തോളം ഒരു എഫേർട്ട് ഉണ്ടെന്ന് പറയുന്നത് ചിലപ്പം വെരി റീസെന്റ് ആയിരിക്കും. അതിൽ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അമൃത്. യു ട്രാവൽ അറൌണ്ട്, യു ഡു ഇന്റർനാഷണൽ ഫിലിംസ്, Yeah, യു ഡു for Indian yeah. cinema also. So we'd love to know more about your working style, Amrit. Uh, what exactly got you into the interest that I should, focus on sound or sound? പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ സൗണ്ടിലേക്ക് വരുന്നത്, or your personal interest? It is like I have to go back to my roots first. ആക്ച്വലി എൻ്റെ വല്യച്ഛനാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ടൊരു പ്രചോദനമായിട്ടുണ്ടായത്. ഐ മീൻ he used to collect all the old gramophones, all the stuffs, അവിടുന്ന് പല സാധനങ്ങളും കൊണ്ടുവരും. ജസ്റ്റ് അങ്ങേർക്ക് അതാണ് ബേസിക്കലി ഒരു ഹോബി. ഇഫ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് അറ്റ് അത് കൊണ്ടുവന്ന് അത് വർക്ക് ചെയ്യുന്ന രീതിക്ക് വരെ ആക്കുന്നതിൽ അങ്ങേര് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. സോ അങ്ങേരുടെ സഹായിയായിട്ട് എന്നെയാണ് ഇരുത്തുക. ആൻസിസ്റ്റർ ഹൗസിൽ തറവാട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ സഹായമായിട്ട് എന്നെയാണ് ഇരുത്തുക. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സെക്ഷനിലേക്ക് ഞാൻ അറിഞ്ഞു വരുന്നത്. അവിടുന്ന് തുടങ്ങി ഇതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് മനസ്സിലായിട്ട് പിന്നീട് ഞാൻ തറവാടിൽ നിന്ന് മാറിയ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് ടോട്ടലി വിട്ടു. ആൻഡ് പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഐ ജസ്റ്റ് മേഡ് സം മ്യൂസിക് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഓൾ. അത് റെക്കോർഡ് ചെയ്തത് ഞാനാണ്. സോ അങ്ങനെയാണ് ദിസ് ഈസ് മൈ ടേസ്റ്റ് ഓഫ് വർക്ക് എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയത്. അവിടെയാണ് ഒരു കിക്ക് സ്റ്റാർട്ട് എനിക്ക് ഉണ്ടായത്. ദെൻ അച്ഛൻ ചിത്രാഞ്ജലിയിൽ, ഞാനറിയില്ല, ചിത്രാഞ്ജലിയിൽ അച്ഛൻ അതിനുള്ളത് ആപ്ലിക്കേഷൻ കൊടുത്തു. ഐ ഗോ ഫോർ എ ട്രെയിനിങ്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും ബട്ട് കോളേജിൽ പഠിക്കുന്നതിൻ്റെ കുറച്ച് അറിവും നമ്മൾ നെറ്റിലൊക്കെ വായിച്ചിട്ടുള്ള അറിവും മാത്രമേ സൗണ്ടിലുള്ളൂ. അങ്ങനെ അവിടുന്ന് തുടങ്ങിയിട്ട് ഐ ജസ്റ്റ് വെൻറ്റ് ഫോർ ദി ട്രെയിനിങ് ആൻഡ് ഐ മെറ്റ് കൃഷ്ണകുമാർ സാർ. അതിന് മുന്നേ ഹരികുമാർ സാറെ കണ്ടു. ഹരികുമാർ സാർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയത് പറ്റിയ ആൾ കൃഷ്ണകുമാർ സാറാണ്. സോ കൃഷ്ണകുമാർ സാറിൻ്റെ അടുത്തേക്ക് എന്നെ അയച്ചു. സോ അവിടെയാണ് എന്നെ മൊത്തമായിട്ടൊന്ന് മാറ്റി മറിച്ച് തന്നത്. കൃഷ്ണകുമാർ സാറാണ് ആക്ച്വലി അക്കാര്യത്തിൽ ഗുരു. എന്നെ പഠിപ്പിച്ച്. സോ ഇതാണ് സൗണ്ടിൻ്റെ എല്ലാ രീതികളും, ഇങ്ങനെയാണ് ചെയ്യുക, ഇപ്പോൾ പോസ്റ്റിൽ എങ്ങനെ ചെയ്യണം, അതിൻ്റെ റൂട്ടിങ്, നമ്മുടെ മൊത്തം അതിൻ്റെ ഒരു സ്ട്രക്ചർ, വർക്ക് ഫ്ലോ എൻ്റെ മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്ത് തന്നത് കൃഷ്ണകുമാർ സാറാണ്. അവിടെ നിന്നാണ് തുടങ്ങിയത് മൊത്തം കാര്യങ്ങൾ. ആൻഡ് ഒത്തിരി ടെലിവിഷൻ സീരീസ് ആണെങ്കിലും ഫിലിംസ് ആണെങ്കിലും ഡോക്യുമെന്ററീസ് ആണെങ്കിലും work with a lot of people. അതിൽ എടുത്തു പറയേണ്ട ഒരു TV series Where is my Lamborghini 2018. It was ഒരു ലൊക്കേഷൻ സൗണ്ട് മിക്സർ ആയിട്ടാണ് യു അസോസിയേറ്റഡ് വിത്ത് ദം. സോ അപ്പം ഈ ഒരു do you constantly travel for films in and out whenever required? മോസ്റ്റ്ലി യെസ്. ഞാൻ വീട്ടിലുണ്ടാവാറില്ല. ഇപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് ചെല്ലുക എന്നാണ് പറയുക. നാളെ അടുത്ത ആഴ്ച അവിടെ ഷൂട്ടാണ്, സോ യു ഹാവ് ടു ബി ദേർ. ഓക്കെ, ഐ വിൽ ബി ദേർ. എന്താണ് റിക്വയർമെൻറ്റ്സ് എന്ന് ചോദിക്കും. സോ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, സ്വന്തമായിട്ടുമുണ്ട്. സോ അതെടുക്കുക, പോവുക, വർക്ക് ചെയ്യുക. സോ അങ്ങനെയാണ് ഡോക്യുമെൻ്ററീസിൽ ചെന്നിട്ട് വർക്ക് ചെയ്യുന്നത്. ഈവൻ ഇൻ വേർ ഇസ് മൈ ലെംബോർഗിനി വർക്ക് ചെയ്യുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറൻസ് സിനാരിയോ. എനിക്ക് ഇന്ത്യയിൽ ഒരുപാട് ഓൾമോസ്റ്റ് എവറി സ്റ്റേറ്റ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ നിന്നും ഉണ്ടായിരുന്ന വർക്ക് ഫ്ലോ അതിൻ്റെ അപ്പുറത്താണ് മറ്റൊരു കൺട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. വേറെ തന്നെ അതിൻ്റെ വർക്ക് ഫ്ലോ എല്ലാം വ്യത്യാസമാണ്. സോ ഐ വാസ് ലിറ്ററലി ടെൻസ്ഡ് ഫസ്റ്റ് എങ്ങനെ ലംബോർഗിനിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഓഫർ വന്ന സമയത്ത് ഐ വാസ് വെരി മച്ച് ടെൻസ്ഡ്. അവിടെ ചെന്ന് കഴിഞ്ഞു അവിടെ വി ഹാവ് അനദർ ടീം ആസ് വെൽ. സോ ഐ ഹാവ് എ സൂപ്പർവൈസർ. അത് നമ്മൾ ഇവിടെ അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നുമില്ല. സൗണ്ടിന് സൂപ്പർവൈസർ ഉണ്ടാവുക, അങ്ങനെ ഓരോ കാറ്റഗറിക്ക് ഓരോരോ പേരുണ്ട്. ബൂം ഓപ്പറേറ്ററിന് വേറൊരാളുണ്ട്. അങ്ങനെ എല്ലാം അവിടെ സെറ്റാണ്. ഐ ഹാവ് ടു ഗോ ആൻഡ് റെക്കോർഡ്, ദാറ്റ്സ് ഇറ്റ്.
സോ സൂപ്പർവൈസറിൻ്റെ ജിത്തു വാസ് എ സൂപ്പർവൈസർ. ജിത്തു ഈസ് ഓൾസോ മലയാളി. ഹി വാസ് ഫ്രം ട്രിവാൻഡ്രം ആൻഡ് ജിത്തു വാസ് എ സൂപ്പർവൈസർ. ജിത്തു ആക്ച്വലി കറക്റ്റ് പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്താൽ മതി, ദാറ്റ്സ് ദി റൂട്ടീൻ വർക്ക് ഫ്ലോ ഓവർ ഹിയർ എന്ന് പറഞ്ഞു. സോ അതുപോലെ ചെയ്തു. ഇറ്റ് കംപ്ലീറ്റഡ് വെരി വെൽ. നല്ല രീതിക്ക് അത് വന്നു. And what is your typical approach for recording audio in a public area? Because recording the സമയത്ത് ഒത്തിരി aspects ഉണ്ട് ചുറ്റും, you have to be very cautious about it. What is your approach of recording? ടെൻഷൻ ആവില്ല. ടെൻഷൻ ആവാൻ പാടില്ല. ടെൻഷൻ ആയാലും ഒന്നും നടക്കില്ല. സോ നമ്മൾ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതിന് കിട്ടിയിരിക്കും. ബിക്കോസ് നമ്മൾ ഡോക്യുമെൻ്ററിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോംപ്ലക്സ് ആണ്. നെക്സ്റ്റ് അടുത്ത മൂമെൻറ്റിൽ എന്ത് വരുമെന്ന് അറിയാൻ പറ്റില്ല. ക്യാമറമാൻ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റില്ല. സോ എവറിത്തിങ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് us ആൻഡ് വി ഹാവ് ടു ഗെറ്റ് ഇറ്റ്. വി ഹാവ് ഓൺലി വൺ ചോയ്സ്. സോ ആ എക്സ്പീരിയൻസ് ഹെൽപ്പ് മീ എ ലോട്ട്. ഇപ്പോൾ ഡോക്യുമെൻ്ററിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫീച്ചർ ഫിലിംസിലാണെന്നുണ്ടെങ്കിലും ഈ എക്സ്പീരിയൻസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇന്ന സൗണ്ട് എടുക്കണം എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു കീൻലി ഒബ്സർവ് ഫോർ ദി ഡൈനാമിക്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡയലോഗ്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന എത്ര ഫ്രീക്വൻസി ഉണ്ടോ, ഏതൊക്കെ ടൈപ്പ് ഓഫ് സൗണ്ട്സുകൾ വരുന്നുണ്ടോ, ഐ മീൻ ഈ ഡൈനാമിക്സിൻ്റെ മുകളിലേക്ക് വരുന്ന ഏത് സൗണ്ട്സും നമ്മളത് അവോയ്ഡ് ചെയ്തിരിക്കണം. സോ അത് മാത്രം ശ്രദ്ധിച്ച് പോയി ഫോക്കസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ അവോയ്ഡ് മെനി തിങ്സ്. ചിലപ്പോൾ ഷൗട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ അവിടെ ചിലപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നുണ്ടാവും, അവിടെ ചിലപ്പോൾ ഒരു ബസ് പോകുന്നുണ്ട്, അത് ബ്ലോക്ക് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ പീപ്പിൾ വിൽ ഹെൽപ്പ് അസ്. ഏതെങ്കിലും ചെയ്ത ഫിലിംസില് ലൈക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, അതായത് ടേക്ക് അതിമനോഹരമായിട്ട് എടുത്തിട്ടുണ്ടാവും, പക്ഷെ സൗണ്ട് റെക്കോർഡ് ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് എന്തെങ്കിലും വന്നിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? ടെക്നിക്കൽ ഗ്ലിച്ച് ഇപ്പോൾ വയർലെസ് സിഗ്നൽസ് ഡ്രോപ്പ് ആവുക, ഓൾമോസ്റ്റ് ചിലപ്പോൾ വേറെ വയർലെസ് ഫ്രീക്വൻസി നിന്ന് ജാം ആവുക, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ആക്ടേഴ്സിന് മൈക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഫ്രീക്വൻസി നമ്മുടെ PA സിസ്റ്റം ഉണ്ടാവും. PA സിസ്റ്റത്തിൽ ചിലപ്പം ഈ ഫ്രീക്വൻസി ജാമായിട്ട് ലീക്ക് വരും. അപ്പം അവർ പറയുന്നത് ചിലപ്പോൾ PA സിസ്റ്റത്തിലൂടെയും കേൾക്കും. ചീത്ത പറയുകയാണെങ്കിൽ അതും കേൾക്കും നമ്മൾ. അപ്പം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുഖത്തേക്കാണ് നോക്കുക. തൊഴുതിരിക്കുക അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. Okay. Now another highlight in your work, എടുത്ത് പറയുകയാണെങ്കിൽ കബീർ സിംഗിന്റെ ഡയലോഗ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. So you've been in that industry as well. So just tell us your experience working as a dialogue editor. That is കബീർ സിംഗിൻ്റെ ആക്ച്വലി ഞാൻ ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതും it doesn't make any much of a difference because I'm working in my own space. So കബീർ സിംഗിൻ്റെ ആണെന്നുണ്ടെങ്കിൽ I'm never post production work ആണെന്നുണ്ടെങ്കിൽ I'll be doing everything in Chennai only. So doesn't make any difference from it is from the Bollywood thing or it is from the Collywood thing, whatever. It doesn't make any sense and I mean any difference in that. But in the monetary benefit it make a difference. അത്രയേ ഉള്ളൂ. ദർദ് തുമ്ഹാരാ ബദൻ മേ മേരെ സഹർ की तरह उतर रहा है ख्याली में भी तेरा ही ख्याल आए क्यों बिछड़ना है जरूरी ये सवाल आए. ഏറ്റവും കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ട് ഒരു സൗണ്ട് റെക്കോർഡിംഗ് ഓർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏതായിരിക്കും? which one would you prefer? കോറൽ വുമൺ അഡ്വഞ്ചറസ് ആണ്. ഐ മീൻ ഈ കടലിൽ പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട
കുറേ കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ട്. പ്രോബ്ലംസ് മീൻസ് നമുക്ക് കുറച്ച് ടഫ് ടാസ്ക്കാണ്, വേറൊരു ടെറൈനാണല്ലോ. ഇപ്പോൾ ബോട്ടിൽ നിന്നുകൊണ്ട് ബൂം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ടഫ്. ബോട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ വേവ് ഒരു കണ്ടീഷനാണ്. സോ ഐ ഹാവ് ടു വേവ് മൈസെൽഫ് ആസ് വെൽ ടു ബാലൻസ് ദാറ്റ്. അത് അല്ലെങ്കിൽ ഇന്നൊരാൾ പിന്നെ ഇത് പിടിക്കണം. സോ അങ്ങനെയൊക്കെ ബൂം ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ഡിഫറെൻറ്റ് ഫോമാറ്റാണ്. ആൻഡ് ഓൾസോ ഇൻ ദുബായ് ജുമേറ ബീച്ചിൽ രാവിലെ തൊട്ട് രാത്രി വരെ അതും നട്ട വെയിലത്ത് നട്ട് ചൂടത്ത് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്ന ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടാസ്ക്, ഐ മീൻ അവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ടാസ്ക്, ആക്ച്വലി ആക്ടർ കരയിൽ നിന്ന് സംസാരിച്ചിട്ട് വെള്ളത്തിലൂടെ നീന്തിപ്പോയി അപ്പുറത്തൊരു ബോട്ടിൽ ചെന്ന് നിന്നിട്ട് അവിടെ ഉള്ളൊരു കോൺവെർസേഷനുണ്ട്. അവിടെ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെയും കോൺവെർസേഷൻ ഉണ്ട്. അത് ഒരു ഓൾമോസ്റ്റ് ഒരു 8 ക്യാമറ വെച്ചിട്ടുണ്ടാവും അവർ പല സ്ഥലങ്ങളിലായിട്ട്. 8 ആരി അലക്സ ക്യാമറ വെച്ചിട്ടുണ്ടാവും. വി ഷുഡ് നോട്ട് ബി ഓൺ എ ഫ്രെയിം, വി ഷുഡ് നോട്ട് ബി ഓൺ ഇൻ തിങ്, ബട്ട് നമുക്ക് ആ ഡയലോഗ് കൃത്യമായിട്ട് കിട്ടണം. അത് എനിക്ക് ഭയങ്കര ഒരു ചാലഞ്ചിങ് ടാസ്ക് ആയിരുന്നു. സോ അത് സംഹൗ ഐ മേഡ് വൺ ടു സിറ്റ് ഓൺ എ ബോട്ട്, വൺ ടു സിറ്റ് ഓൺ എ ഷോൾ, ആൻഡ് ഇൻ ബിറ്റ്വീൻ ഇവർ ഈ നീന്തുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് ഹോൾട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഹോൾട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ അടുത്തൊരു അവർ ബേസ് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരാളെ ഭൂമി വെച്ച് നിർത്തിയിട്ടൊക്കെയാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തത്. സോ അത് കിട്ടിയിരിക്കണം, അത് ഒറ്റ ഷോട്ടാണ്. സോ അങ്ങനെയുള്ള കോംപ്ലക്സ് സിറ്റുവേഷൻസ് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അതും പൊരി വെയിലത്ത് നിന്ന് ചെയ്ത് തീർക്കണം. അങ്ങനെയുള്ള ഓരോ പ്രോബ്ലംസ് യാ. Climate change, it's not what we can control locally. It needs global attention and global initiatives. Whatever the mistakes the whole world is doing, we are facing the consequences. You've done different language documentaries എടുത്ത് പറയുന്നത്. സ്വീഡിഷ് ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്, ദ ഇന്ത്യൻ പ്രീസ്റ്റ്, അതുപോലെ തന്നെ റേപ്പ് നേഷൻ എന്ന് പറഞ്ഞിട്ട് ലോട്ട് ഓഫ് ലാംഗ്വേജസിലും യു ഹാവ് വർക്ക്. വി വുഡ് ലവ് ടു നോ മോർ അബൌട്ട് ഈ സ്വീഡിഷ് പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് പറയാം. ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത്? അത് ആക്ച്വലി മാത്യാസിലോ, ഹിസ് എ സ്വീഡിഷ് ഫിലിം മേക്കർ. മോസ്റ്റ്ലി ഇന്ത്യയിൽ പല ടൈമിലും വന്നിട്ട് കുറേ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. സോ മാത്യാസിനെ ഞാൻ പരിചയപ്പെടുന്നത് റേപ്പ് നേഷൻ്റെ ഡോക്യുമെൻ്ററിയിൽ മാത്യാസ് വന്നപ്പോഴാണ്. സോ ഹി ജസ്റ്റ് അന്നേ പറഞ്ഞിട്ടുണ്ട് വി ഹാവ് ടു വർക്ക് ടുഗെദർ ഫോർ ദിസ് വൺ ആൻഡ് ഓൾ. സോ വൺ ഡേ ഹി ജസ്റ്റ് കോൾ മീ ആൻഡ് ഐ മീൻ കൊച്ചി, കയറി വരാൻ പറഞ്ഞു. സോ അങ്ങനെ ചെന്നു, ഞാൻ അവിടെ സംസാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് എ പ്രീസ്റ്റ് ഹൂ വാസ് ഇൻ സ്വീഡൻ. ആൻഡ് മാത്യാസ് സ്ഥിരം പോകുന്ന പള്ളിയിലുള്ള ഒരു പ്രീസ്റ്റാണ്, ഹീസ് എ മലയാളി. അപ്പം അവരുടെ കോൺവെർസേഷൻ ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരെന്താ പറയുന്നത്. മാത്യാസ് പറഞ്ഞു ഡോണ്ട് വറി, അത് റെക്കോർഡ് ചെയ്താൽ മാത്രം മതി, സൗണ്ട് ക്ലീൻ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. സോ Jag kände det folk i församlingen där i Falun mycket mer än mitt familj. Det är mitt hem och mitt familj där. Jag saknade så mycket min församling, den gemenskap och sällskap som jag kände där. Det är mycket mer än den sällskap och gemenskap som jag kände här i Indien eller i Kerala. ഈ ലൈവ് സൗണ്ട് എടുക്കുന്ന സമയത്ത് is it the purest form that we listen, or അതിനെ റീക്രിയേറ്റ് ചെയ്യാറുണ്ടോ സിറ്റുവേഷൻ അനുസരിച്ച്? I don't know how it works. അത് പ്യുവറായിട്ട് മോസ്റ്റ്ലി അത് ആ ഒരു ടേക്കിൽ പ്രോപ്പറായിട്ട് കിട്ടിയിരിക്കണം. അതിന് ഒരു ചെറിയ പ്രീ പ്ലാനിങ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ആർട്ടിസ്റ്റ് ഏത് പൊസിഷനിൽ നിൽക്കുന്നു, ആ പൊസിഷൻ എത്ര ടൈമിങ്ങിന് ഇങ്ങോട്ടേക്ക് മാറുന്നു, എന്നിട്ട് ഡയലോഗ് എപ്പോൾ പറയുന്നു, ഇതിൻ്റെ എല്ലാം നമ്മളൊരു പ്രീലീഡ് പോലെ കാര്യങ്ങളെല്ലാം പ്ലാൻഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ബൂം ഓപ്പറേറ്ററും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ മൂവ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ പ്രോപ്പറായിട്ട് റെൻഡർ ചെയ്തെടുക്കുക. ഇൻ കേസ് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ഇനി അത് കിട്ടില്ല, അത് പിന്നെ ചെയ്യാൻ സമയമില്ല, ഈ സീനിൽ ഇനി ആ ഡയലോഗ് എന്തെങ്കിലും ഗ്ലിച്ച് വന്നു, വയർലെസ്സിൻ്റെ പ്രശ്നം വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെർട്ടിക്കുലർ സൗണ്ട് വന്നു, ആ ഒരു പെർട്ടിക്കുലർ ഡയലോഗ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു അറ്റ് ദാറ്റ് മൂമെൻറ്റ്, ആ സീന് കഴിഞ്ഞ മൂമെൻറ്റ് തന്നെ നമ്മളൊരു വൈൽഡ് ടേക്ക് എടുക്കും.
വൈൽഡ് ടേക്ക് എക്സ്ട്രാ അതേ ആ ആർട്ടിസ്റ്റ് ആ മൂഡിൽ നിന്ന് മാറുന്നതിൻ്റെ മുന്നേ ഒരു വൈൽഡ് ടേക്ക് എടുക്കും. ദാറ്റ് ഈസ് എ സേഫ് ട്രാക്ക്. വി ക്യാൻ ആക്ച്വലി പാച്ച് ഇറ്റ് ഇൻ ദി പോസ്റ്റ്. അങ്ങനെയുള്ള ചെറിയ പരിപാടികളെല്ലാം ചെയ്തിട്ട് പോകും. Now coming to feature films, you have done Tamil films, Malayalam films. അതിലെടുത്ത് പറയേണ്ടത് മമ്മൂട്ടി സാറിന്റെ പത്തേമാരി എന്ന് പറയുന്ന ചിത്രമാണ്. അതിൽ ലൊക്കേഷൻ സൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ വർക്കിംഗ് ഇൻ മലയാളം ഇൻഡസ്ട്രീസ്. പത്തേമാരിയിൽ ഞാൻ ആക്ച്വലി പൈലറ്റ് റെക്കോർഡിങ് അതെൻ്റെ ബിഗിനിങ് സ്റ്റേജസിലാണ്. കുറച്ച് ബിഗിനിങ് സ്റ്റേജസിൽ ഒരു ആക്ച്വലി മധുവമ്പാട് സാറാണ് വേറൊരു വഴിത്തിരിവ് എൻ്റെ ലൈഫിലേക്ക്. മധുവമ്പാട് സാറ് ഡോക്യുമെൻ്ററിയാണ് ഞാൻ പിന്നീട് മെയിനായിട്ടൊന്നും ചെയ്യുന്നത്. ഒരു തമിഴ് മൂവി ഷൂട്ട് ചെയ്തു. അതിനുശേഷം മസാറെ കൂടെ തന്നെ മസാറെ കൂടെ കൂട്ടി കുറച്ച് കാലത്തേക്ക്. സോ അങ്ങനെ ചെറിയ ഡോക്യുമെൻ്ററീസിൽ വർക്ക് ചെയ്തിട്ട് അതിനുശേഷമാണ് പത്തേമാരിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് വിളിച്ചിട്ട് ഞാൻ ചെന്നത്. സോ ഓഫ് കോഴ്സ് മമ്മൂട്ടി സാറ് അറിയാലോ. ഞാൻ ചെന്ന പാടെ തന്നെ എന്നെ ചോദിച്ചു, നീ ഏതാടാ? ഫസ്റ്റ് ചോദ്യം അതാണ്. ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്യാൻ വന്നതാണ് സാർ എന്നാണ്. ഓക്കെ, നന്നായിട്ടൊക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും മോസ്റ്റ്ലി ഡിജിറ്റൽ റെക്കോർഡർ സാധനങ്ങളിലേക്കൊക്കെ വന്നിരിക്കുന്ന ടൈം. ആ ടൈമിലാണ് ഞാൻ ഈ സാധനങ്ങളായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത്. ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും 2-3 പേരൊക്കെ ഉണ്ടാവും ഇപ്പോൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ. സോ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഞാനിത് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും പെട്ടെന്നൊരു ടെൻഷനായി. മമ്മൂട്ടി സാർ ഇങ്ങനെ നീ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ടെൻഷനായി. മോനെ ഇതൊക്കെ കിട്ടൂലേ എന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് പോകും. ആരും പേടിക്കണ്ട, എല്ലാം കിട്ടും. സോ ഫസ്റ്റ് ടേക്ക് എല്ലാം കഴിഞ്ഞു. സാർ അവിടുന്ന് കേട്ടിട്ട് മെല്ലെ എന്നെ ഒന്നിങ്ങനെ നോക്കി. ദാറ്റ്സ് ഇറ്റ്. പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു അക്സെപ്റ്റഡ് ആയി എന്നുള്ള ഒരു ഇതിലാണ്. ഞാൻ ഫുൾ വർക്ക് ചെയ്തിട്ടില്ല. ഞാനൊരു 10 days ഫസ്റ്റ് സ്കെഡ്യൂൾ മാത്രമേ ഞാൻ അതിന് ഉണ്ടായിട്ടുള്ളൂ. അടുത്ത് തന്നെ ദുബായ് നേരിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങാൻ പറയണ്ടല്ലോ. അത് കണ്ടോ, ആ കാണുന്നതാണ് അടയാളപ്പാറ. ആരായിരിക്കും ഈ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ മലയാളി? ആരായിരുന്നാലും നാട് കാണാൻ വന്നവരായിരിക്കില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ പോയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. ഐ തിങ്ക് ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, ഒരു ബൂമാൻ ആണെങ്കിലും ഒരു മിക്സർ ആണെങ്കിലും, ഹി ഷുഡ് ഹാവ് ഓൾവേസ് കോൺടാക്ട് വിത്ത് ദി ക്യാമറ ലെൻസ് അല്ലെ. കാരണം ലൈവ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അത് ക്യാമറയിൽ വരാൻ പാടില്ല. ദർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ആഡ്സ് ഓൺ ടു യുവർ പ്രൊഫഷൻ. സോ ഈ ഒരു ഇത് എക്സ്പീരിയൻസിൽ കൂടിയാണ് തീർച്ചയായിട്ടും ഡെവലപ്പായി വന്നത്. ഇസ് ദർ എനി മൂവി ദാറ്റ് യു ക്യാൻ റീകോൾ, ഒരു നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടിയ, അല്ലെങ്കിൽ somebody has called you and said this is a work which I always wanted, അങ്ങനെ ഏതെങ്കിലും റെക്കഗ്നിഷൻ ഓർമ്മയുണ്ടോ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 10 വർഷത്തോളം ഞാൻ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. ആൻഡ് നൗ ഐ ആം ഗെറ്റിംഗ് ദിസ് റെക്കഗ്നേഷൻ ഫോർ നവരസ. ആക്ച്വലി മണിരത്നം സാർ ആൻഡ് അരവിന്ദ് സ്വാമി ഹാസ് ബീൻ ടോൾഡ് ദാറ്റ്. മണിരത്നം സാർ ആക്ച്വലി വിളിച്ച് പറയുക ചെയ്തത്, ഞാൻ നേരിട്ട് കണ്ടില്ല. ആൻഡ് അരവിന്ദ് സ്വാമി നേരിട്ട് പറയുകയും ചെയ്തു. ആൻഡ് സൗണ്ടിങ് ഈസ് വെരി ഗ്രേറ്റ് എന്ന്. അതോടുകൂടി we are looking forward for Navarasa. Not much of it has been revealed, but we are happy to know that you are associating with them. But അതൊരു ചലഞ്ചിങ് ഫാക്ടർ കൂടിയാണല്ലേ, ബിക്കോസ് വർക്കിംഗ് വിത്ത് all these 9 people is like amazing അല്ലേ? 9 പീപ്പിളിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി. അതേഴ്സ് ആർ നോട്ട് ഇൻ ടു മച്ച് ഓഫ് സിങ് സൗണ്ട്. ബിക്കോസ് ഡയറക്ടറുടെ പെർസ്പെക്റ്റീവും കൂടിയും ഇതിൽ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. സം ഡയറക്ടേഴ്സ് ഡസൻ ലൈക്ക് സിങ് സൗണ്ട്. ബിക്കോസ് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള അവരുടെ ഒരു ഫ്രീഡം ചിലപ്പോൾ സിങ് സൗണ്ടിൽ കിട്ടിയെന്ന് വരില്ല. ചിലവർക്ക് അത് ഭയങ്കര രസമായിട്ട് ഫീൽ ആവും. അത് പലവരുടെയും പെർസ്പെക്റ്റീവാണ്. എല്ലാവർക്കും ഓരോരോ വർക്ക് ഫ്ലോ ഉണ്ട്. ആ വർക്ക് ഫ്ലോവിനെ നമ്മൾ അതായിട്ട് മേർജ് ആവുകയാണ് ചെയ്യുന്നത് മോസ്റ്റ്ലി. ആ ഒരു രീതിക്കാണ്. അപ്പം എല്ലാവരും അങ്ങനെ എല്ലാവരും അതിൽ ചെയ്തെന്ന് വരില്ല. ഇപ്പോൾ നവരസയിൽ 9 ഡയറക്ടേഴ്സും അതിൽ ചിലവർ മാത്രമേ സിങ് സൗണ്ട് ചെയ്തിട്ടുള്ളൂ. ചില സിങ് സൗണ്ടുകൾ അത്രയും കൂടെ വന്നിട്ടില്ല എന്നാണ് അറിയണത്. ബട്ട് സ്റ്റിൽ they will do the dubbing for that and all. സോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ ഞാൻ ആക്ച്വലി കാർത്തിക് നാരായൺ ഡയറക്റ്റ് ചെയ്ത പാർട്ടാണ് ഞാൻ ആക്ച്വലി സിങ് സൗണ്ട് ചെയ്തിരിക്കുന്നത്. സിങ് സൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമുക്കിപ്പം സൗണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും കേൾക്കുന്നതും അറിയുന്നതും തിയേറ്റേഴ്സിലാണ്.
But now it is like an OTT platform. Any difference on the way you treat sound, or is it the same? OTT പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ബാലൻസിങ് ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ തിയേറ്ററിലേക്ക് ചെയ്യുന്നതൊക്കെ ഇൻ ഡീറ്റെയിൽ ആണ്. ഓൾമോസ്റ്റ് രീതികളെല്ലാം സെയിം ആണ്. ഓൺലി എക്സിബിഷൻ മാത്രമാണ് വ്യത്യാസം. നമ്മൾ ചെയ്യുന്നതും ഇപ്പോൾ എറ്റ്മോസ് എടുക്കും, എറ്റ്മോസിൽ മിക്സ് ചെയ്യും, അങ്ങനത്തെ രീതിയിലെല്ലാം എല്ലാ ചെയ്യുന്ന നോർമൽ തിയേറ്ററിലേക്ക് വേണ്ടി ചെയ്യുന്ന രീതിക്ക് എല്ലാം ചെയ്യും. സോ ഫൈനലി OTT വരുമ്പോൾ ദേ വിൽ ബാലൻസ് ഇറ്റ്. ഐ മീൻ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ ആണെന്നുണ്ടെങ്കിലും വോട്ടെവർ OTT പ്ലാറ്റ്ഫോം ദാറ്റ് കമ്പനി വിൽ ബാലൻസ് ദി എൻ്റയർ ഓഡിയോ ടു ഫോർ എ ബ്രോഡ്കാസ്റ്റ് ലെവൽ തിങ്. സോ അത് നമ്മുടെ കയ്യിലല്ല. സോ ഓഫ് കോഴ്സ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ തിയേറ്റർ സൗണ്ട് ആൻഡ് ദിസ് വൺ OTT. Super. Your work with Leena Manimekhalai, how was your experience working with her? അത് വേറൊരു ലെവലാണ്. നമ്മുടെ വി കനോട്ട് എക്സ്പെക്ട് വാട്ട് ഷീ ഗോണ ഡു നെക്സ്റ്റ്. ഇപ്പം ദയാമണി ബർളയെ കുറിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ പോയി ലീന ആൻഡ് മീ ആൻഡ് ഞാൻ ചെന്നൈയിലുണ്ടായ സമയത്താണ്. സോ അവിടുന്ന് ലീന കോൾ മീ ആൻഡ് ലെറ്റ്സ് ഡു ഫോർ ദിസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി, ട്രെയിനിൽ കയറി പോയി, ജാർഖണ്ഡിലെത്തി. ആൻഡ് ദയമണി ബർള അവരുടെ വില്ലേജിലേക്ക് പോകണം. ഐ ഡോണ്ട് ഈവൻ നോ ദർ ഇസ് നെക്സലൈറ്റ് ആൻഡ് ഓൾ. എൻ്റെ കൂടെ കൊളീഗ് ഉണ്ട് ഗുനീത്. ഞങ്ങൾ അവിടെ കാറിൽ കഥയും പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ വി ആർ ആക്ച്വലി ഗോയിങ് ഓൺ എ വെരി റിസ്കി റൈഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെക്സലൈറ്റ്സുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് കാർ സ്റ്റോപ്പ് ചെയ്യും. ഐ ഡോണ്ട് നോ ഇതെന്തിനാണ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ എന്തിനാണ് കാർ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. സോ ഇവർ നെക്സലൈറ്റ്സ് ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാർ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മുടെ റൂട്ടിൽ നമ്മൾ സേഫാണെന്ന് അറിയാനുള്ളത്. ഞാനിതൊന്നും അറിയുന്നില്ല. അവിടെ ചെന്ന് ജാർഖണ്ഡ് ഒരു ഇൻറ്റീരിയർ വില്ലേജിൽ ചെന്ന് സംഭവം നിയർ ദി ഫോറസ്റ്റ് ഇൻറ്റീരിയർ വില്ലേജിൽ ചെന്നിട്ട് പിന്നെ അവിടെ ഓൾമോസ്റ്റ് ഒരു 2 hours ഒരു റൂമിൻ്റെ അകത്തിരുന്നു. അപ്പോഴാണ് ലീന പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അവിടെ നെക്സലൈറ്റ്സിൻ്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാമെന്നാണ് പറയാം. സോ ലീനയുടെ വർക്ക് സ്റ്റൈൽ അങ്ങനെയാണ്. സോ നമ്മൾ എന്താണ് നെക്സ്റ്റ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വിൽ ബി ഫ്ലൈയിങ് എവിടെയാ എന്താണെന്ന് ഒന്നും പറയാൻ പറ്റില്ല ലീനയുടെ കാര്യത്തിൽ. लेकिन इसको हम बोल रहे हैं कि हमारी धरोहर है, हमारा हेरिटेज है, तो ये हमारा आइडेंटिटी है. और ट्राइबल आज पूरे दुनिया में इसीलिए अलग है कि आज वो इस हेरिटेज, उनका गॉड ये हेरिटेज है और यही उनका इतिहास है, यही इनका भाषा है, यही इनका संस्कृति है. So, Amrit, anyways, thank you so much. We could run through your work and your working style. Yeah. So, wishing you all the very best for your upcoming projects, and thank you so much for being on our show, Amrit. Yeah, thank you so much. Thank you, Kappa TV as well. Thank you. Pleasure. Well, to both our guests who have joined us today, thank you so much. We are going to wind up today's episode of Kappa Prime Time. We'll be coming back with yet another set of guests. Till we meet again, it's Cynthia signing off. Bye-bye.